please. ആരുമില്ലേ? Prayer challenge. Good morning. Everything I will be, I give it to you, Lord, and do it thankfully. Everything I have, all you have, give me. I give it to you, Lord, and do it thankfully. Every song I sing, every prayer I bring, everything I do is a gift to you. Thank you. So, sign in and thought of the day. ആരുമില്ലേ? Okay, fine. Thought of the day ഞാൻ ചെയ്യണം. Good morning, everybody. Thought of the day. I met money one day. I said, "You are just a piece of paper." Money smiled and said, "Of course, I am a piece of paper. But I haven't seen a dustbin yet in my life." That is attitude. Thank you all. Very good. Okay. So, where were we? നമ്മൾ എവിടെ വരെയായിരുന്നു? Yes. Chapter 3, ma'am. Chapter 3. It's not finished, right? എന്ന് ഷെയർ ചെയ്യാട്ടോ. Okay. ചാപ്റ്റർ 3 നമ്മൾ എവിടം വരെയായി? ലോ ഓഫ് വർക്കില് ഫസ്റ്റ് പാര എടുത്തു. ഇത്രയായിരിക്കും അല്ലെ? Okay, so here comes Sahaduna. Sahadunയുടെ ഫീഡ്ബാക്ക് മീൻസ് എക്സ്പീരിയൻസ് ആസ് ടീച്ചിങ് പ്രാക്ടീസിന് പോയതിന്റെ വീഡിയോ കണ്ടു. വളരെ സന്തോഷം. സഹദുന സാറ്റിസ്ഫൈഡ് ആയി, ഭയങ്കര ഹാപ്പി ആയി എന്നുള്ളത് ആ വീഡിയോയിൽ നിന്ന് ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. ഇവിടെ എല്ലാവർക്കും വളരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാവരും വളരെ ഇതില് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു മാം. ഞാൻ കുറെ അങ്ങ് ആയി എന്ന് വിചാരിച്ച ആ പേജ് ആക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടി എന്നാണ് എൻ്റെ ഒരു ഫസ്റ്റ് സെക്കൻഡ് യൂണിറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടി അല്ലേ? സർവേയുടെ ക്വസ്റ്റ്യനെയറും കിട്ടി. സോ കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. അസൈൻമെന്റ് ഓൾസോ ആരും ഒന്നും മിണ്ടുന്നില്ല. അതൊന്നും കണ്ടില്ലായിരുന്നോ? എന്താ മാം, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ പാർട്ട് 3 ഫസ്റ്റ് സെക്കൻഡ് യൂണിറ്റിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ കിട്ടിയില്ലേ? ശ്രദ്ധിച്ചില്ല കേട്ടോ. ഉണ്ട്. പിന്നെ സർവേയുടെ ക്വസ്റ്റ്യനെയർ അത് കണ്ടായിരുന്നു. അസൈൻമെന്റ് ഓൾസോ. അസൈൻമെന്റ് കിട്ടിയോ?
ഇല്ലല്ല മിസ്, അതേതാ അസൈൻമെന്റ്? എന്നാ അത് നിങ്ങൾക്ക് ഉടനെ തന്നെ ഇടും. കാരണം ഓരോ ബാച്ചിനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരുമിച്ചിടുന്നതിനേക്കാളും ഒരു കുറച്ച് ദിവസം ഗ്യാപ്പിൽ ഇട്ടതായിരിക്കാം. ജസ്റ്റ് ഞാൻ ആ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് പറയാം. The remote control of your happiness should be in your own hand. If you get tensed up due to something said or done by others, it indicates that the remote control of your happiness is in others' hands. Add more things to the above statement. ഇതായിരുന്നു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ. എന്തെങ്കിലും മനസ്സിലായോ? യെസ് മാം. ഇല്ല, മനസ്സിലായിട്ടില്ല. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണ്, നിങ്ങളുടെ വ്യൂ പോയിന്റ് ഇതിനെക്കുറിച്ച് എന്താണ്, അതാണ് അസൈൻമെന്റ് ആയിട്ട് ഇടുന്നത്. അത് പോയിന്റ് ആയിട്ടാണെങ്കിലും, ഒരു ചെറിയ പാരഗ്രാഫ് ആണെങ്കിലും, ഒരു എസ്സേ ആണെങ്കിലും, 100 വേർഡ്സിലാണെങ്കിലും അതില് പോയിന്റ്സ് ഉണ്ടായിരിക്കണം. വെച്ചാൽ നമ്മളുടെ ഒപ്പീനിയൻ ആണ് അബൌട്ട് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതായിരുന്നു അതിന്റെ ഒരു ബ്രീഫിംഗ്. നമ്മളുടെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോൾ നമ്മളുടെ കയ്യിലാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷനായി ഡൗൺ ആയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നമ്മളുടെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോൾ അവരുടെ കയ്യിലാണ്. അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങളുടെ വ്യൂ എന്താണെന്നാണ്, നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ വ്യൂ എന്താണെന്നാണ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ. 10 പേരും 10 രീതിയിലായിരിക്കും എഴുതുക. ഇതാണ് ഞങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾക്ക് വരുന്നത്. അപ്പോ നമ്മൾ കണ്ടന്റ്സ്, PDF, ടെക്സ്റ്റ് ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എക്സാമിന് വരുന്നത്. ഇതുപോലുള്ള കുറെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങളാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യും, അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. സംതിങ് ലൈക്ക് ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം, ഫിസിക്കൽ ഹെൽത്ത്, ഫിറ്റ്നസ്, വെൽനസ്, അതൊക്കെയായിരുന്നു. നമ്മൾ അതിൽ കുറെ അസുഖങ്ങൾ പഠിച്ചു. കുറെ വൈറ്റമിന്റെ ഡെഫിഷ്യൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ, വൈറ്റമിൻ, മിനറൽസ്, ഫാറ്റ്സ് അതിനൊക്കെ ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ എന്തെല്ലാം അസുഖങ്ങൾ വരും. അപ്പോ അത് സഫീഷ്യന്റ് ആവാൻ നമ്മൾ എന്തെല്ലാം ഫുഡ് കഴിക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചത്. അതായത് ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഫിസിക്കലി ഫിറ്റ് ആവാൻ എന്ത് ചെയ്യണം, ഇതെല്ലാം പുറമെ നമ്മൾ നല്ല വെൽനസ്, നമ്മൾ നല്ല സുഖമായി സന്തോഷത്തോടെ ഇരിക്കാൻ എന്ത് ചെയ്യണം. അത് മാത്രമല്ല, അത് കൂടാതെ നമ്മളുടെ മെന്റൽ ഹെൽത്തിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മെന്റലി ഹേർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ മെന്റലി ഹേർട്ടായി അപ്പൊ അയാളെ നമുക്ക് എങ്ങനെ അയാളെ ടേക്ക് കെയർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചത്. അപ്പോ അത് ഇപ്പൊ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മളുടെ മെന്റൽ ഹെൽത്ത് നമ്മൾ തന്നെ അത് ശരിയാക്കി കൊണ്ടുവരണം. വേറൊരാളോ വേറൊരു സിറ്റുവേഷനോ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന രീതിയിലൊന്നും വരരുത്. അങ്ങനെ വന്നാൽ തന്നെ നമുക്കത് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റണം. ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാന്നൊരു കാര്യം ഉണ്ടല്ലോ. ഇമോഷൻസ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം. നമുക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനോ ബാലൻസ് ചെയ്യാനോ പറ്റാതെ വന്നാൽ നമ്മൾക്ക് എന്താ ഉണ്ടാവുക, നമ്മളുടെ ലൈഫ് ഒട്ടും മുന്നോട്ട് പോവില്ല. നമ്മളുടെ വീട്ടിൽ ഒരാള് ഡെത്തായി എന്ന് വിചാരിക്കും, ഒരു ലോസ് സംഭവിച്ചു, അതൊരു ഗ്രീഫാണ്, നമ്മുടെ മനസ്സിലുണ്ടാകും, ഓർമ്മയിലുണ്ടാകും. നമ്മൾ ആ ഓർമ്മയോട് കൂടി ജീവിക്കുക തന്നെ ചെയ്യും. ബട്ട് അങ്ങനെ ഒരു ലോസ് വന്നു, എനിക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല, എനിക്കിനി മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഫക്റ്റ് അവർ മെന്റൽ ഹെൽത്ത്. നമ്മൾ ആ ഗ്രീഫിൽ നിന്ന് ഒന്ന് വെന്റിലേറ്റ് ചെയ്ത് പുറത്തേക്ക് വരാനായിട്ട് നമ്മൾക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു കോഴ്സിന് ചേരാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം, എഴുതാം, വായിക്കാം. അങ്ങനെ നമ്മളുടെ ഇൻട്രസ്റ്റുകൾ എന്താണോ അതിലേക്ക് നമുക്ക് ഡീവിയേറ്റ് ചെയ്യും. നമ്മൾ ആ ഗ്രീഫിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നതോറും നമ്മൾ ലൈഫിൽ ഒത്തിരി താഴേക്ക് പോകും. സോ അതൊക്കെയായിരുന്നു നമ്മൾ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇപ്പൊ ഈ ചോദിച്ച ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻറ്റയർലി റിലേറ്റഡ് വിത്ത് യുവർ മെന്റൽ ഹെൽത്ത്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മുടെ പ്രീവിയസ് ബാച്ചിലെ കുട്ടികളൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ എക്സ്പീരിയൻസ് വെച്ച് കുറെ കാര്യങ്ങൾ എഴുതി. ചിലര് അവർ നേരിട്ട് കണ്ട ചില കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് എഴുതി. ചിലര് മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് ആണ്, അങ്ങനെ പോയിന്റ്സ് ആയിട്ട് എഴുതി. അപ്പോ ഇറ്റ്സ് അപ് ടു നിങ്ങൾക്ക് എന്താണോ അത് തോന്നുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയും കേട്ടിട്ടില്ലേ, നമ്മൾ നമ്മുടെ ലൈഫിന്റെ ആർട്ടിസ്റ്റ് ആണ്. സോ ആ ഒരു പെയിന്റിംഗ് ബ്രഷ് വേറൊരാളുടെ കയ്യിലല്ല കൊടുക്കേണ്ടത്, നമ്മളാണ് അത് പെയിന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറെ സ്റ്റേറ്റ്മെന്റും കോട്ട്സും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ സെർച്ച് ചെയ്യാം. യു ക്യാൻ ആഡ് മോർ പോയിന്റ്സ്, അത്രേ ഉള്ളൂ കേട്ടോ.
പിന്നെ സർവേ അതിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് റെലവെന്റ് അല്ലാതെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒമിറ്റ് ചെയ്യാം. പകരം നിങ്ങൾക്ക് എന്തെങ്കിലും റെലവെന്റ് ആണ്, ഈ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി അതും കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനെയർ മാറ്റാം. പിന്നെ അതില് 2 ഓപ്ഷൻസ് എനിക്ക് ഈ ക്ലാസ്സിൽ നിന്നാണോ എന്നറിയില്ല, ഒരു 3ാമതൊരു ഓപ്ഷൻ കൂടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞതായിട്ടൊരു ഓർമ്മ. അപ്പൊ അങ്ങനെയാണ് ഞാൻ സംടൈംസ് വെച്ചത്. സോ അത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ആണോ? ആ ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ പിന്നെ എനിക്ക് തോന്നി നോട്ട് ഷുവറും കൂടെ വെക്കാം. കാരണം ഇപ്പൊ സ്കൂളിലെ ടീച്ചേഴ്സ് കുട്ടിയെ വഴക്ക് പറയുന്നുണ്ടോ, പണിഷ് ചെയ്യുന്നുണ്ടോ, നമുക്കറിയില്ല. കുട്ടി വന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയില്ലല്ലോ. സോ വി ആർ നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. അപ്പൊ അങ്ങനെ ചിലതിനൊക്കെ ചിലപ്പോൾ നോട്ട് ഷുവർ ആയിരിക്കാം ആൻസർ. ഇറ്റ്സ് അപ് ടു യു. പിന്നെ അത് സബ്മിറ്റ് ചെയ്യേണ്ടതല്ല, അത് നിങ്ങൾ ചെയ്ത് കയ്യിൽ റെഡിയാക്കി വെക്കേണ്ടതാണ്. പിന്നെ അതിന്റെ അത് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കണ്ടന്റ്സിന്റെ കാര്യത്തിൽ ഫസ്റ്റ് നമ്മളൊരു ഫ്രണ്ട് ഷീറ്റ് വെക്കും. എന്താണ് സർവേ മിനി പ്രോജക്ട് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് ടോപ്പിക് എഴുതാം. താഴെ സബ്മിറ്റഡ് ബൈ നമ്മളുടെ പേര് എഴുതാം. എല്ലാം A4 ഷീറ്റിൽ ഇട്ടിട്ട് ഫയൽ ചെയ്താലും മതി. ഇനി നോട്ട്ബുക്കിൽ എഴുതണമെങ്കിൽ അങ്ങനെ ആയിക്കോളും, നോ പ്രോബ്ലം. പക്ഷെ ഓരോന്നിനും ഓരോ ഫ്രഷ് പേജ് വെക്കണം എന്ന് മാത്രം. നോട്ട്ബുക്ക് ആകുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കോപ്പി വെക്കില്ലേ, ക്വസ്റ്റ്യനെയറിന്റെ കോപ്പി, ഞാൻ എളുപ്പത്തിന് വേണ്ടി ഒറ്റ പേജിൽ അത് ചെറിയ ഫോണ്ടിലാക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യനെയർ വെക്കുമ്പോൾ അതിന്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ പിൻ ചെയ്യണം. നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്, ഞാൻ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ട, നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഫസ്റ്റ് എയിം ഓഫ് ദ പ്രോജക്ട്, നമ്മൾ എന്തിനാണ് ആ പ്രോജക്ട് ചെയ്യുന്നത്. പ്രിഫൈസ്, ആ മുഖം, എന്തിനും ഒരു പ്രിഫൈസ് ഉണ്ടാവുമല്ലോ. ആദ്യം പ്രിഫൈസ് ആട്ടോ, എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ സർവേ ചെയ്യാനുള്ള കാരണം, ഇംഗ്ലീഷ് എഴുതുന്നേ. പിന്നെ നെക്സ്റ്റ് കണ്ടന്റ്സ്, ഇൻഡെക്സ് പേജ് പോലെ അടുത്ത പേജ് തുടങ്ങി എന്തെല്ലാമാണ് വരുന്നത്. അപ്പൊ കണ്ടന്റ്സിൽ ആദ്യം എയിം ഓഫ് ദ പ്രോജക്ട്, എന്താണ് ഈ പ്രോജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു എയിം എഴുതാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്തത്, മെത്തേഡ്. ഇപ്പം അവരുടെ വീട് വിസിറ്റ് ചെയ്തു, ചിലരെ ഫോൺ ചെയ്ത് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട്. അപ്പം ഫസ്റ്റ് വൺ പ്രിഫൈസ്, സെക്കൻഡ് കണ്ടന്റ്സ്, അത് ഇൻഡെക്സ് പേജ് പോലത്തെ, തേർഡ് വൺ എയിം ഓഫ് ദ പ്രോജക്ട്. അപ്പൊ കണ്ടന്റ്സ് എന്നുള്ള ആ പേജിൽ അല്ലെങ്കിൽ ഇൻഡെക്സ് എന്നുള്ള പേജിൽ 1, 2, 3 എന്ന് എഴുതിയിട്ട് നെക്സ്റ്റ് തുടങ്ങി എന്താണോ തുടങ്ങുന്നത് അത് എഴുതണം. അപ്പൊ എയിം ഓഫ് ദ പ്രോജക്ട്, ദെൻ മെത്തേഡ്, ഡേറ്റ കളക്ഷന് യൂസ് ചെയ്ത മെത്തേഡ്. നമ്മൾ ഡേറ്റ എല്ലാം കളക്ട് ചെയ്തു മെത്തേഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ. സോ അതിനുശേഷം നമ്മൾ ഈ ക്വസ്റ്റ്യനെയറിന്റെ പ്രിന്റ് ഔട്ട് പിൻ ചെയ്യണം. അതിനുശേഷം അനാലിസിസ്, നമുക്ക് കിട്ടിയ ഡേറ്റ 5 പേരെ കാണും നിങ്ങൾ, മിനിമം 5 പേരെങ്കിലും വേണം കേട്ടോ. 5 പാരന്റ്സിനെയാണ് കണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് നമ്മൾ വായിച്ചിട്ട് നമുക്ക് എന്താണോ മനസ്സിലായത് അത് എഴുതാം. അപ്പൊ ഞാൻ എഴുതിയപ്പോൾ 4 പാരന്റ്സും വളരെ പ്രാക്ടിക്കലായിട്ട് വളരെ ഫോർവേഡ് ചിന്താഗതിയുള്ളവരായിരുന്നു. ഒരാള് മാത്രം പഴയ ഒരു രീതിയിൽ, ഞങ്ങൾ പറയുന്ന പോലെ കുട്ടികളെ കേൾക്കണം, കുട്ടിയെ ഞാൻ തല്ലും, ഞാൻ പറയുന്ന കോഴ്സിനെ കുറിച്ച് ചേരാൻ പാടുള്ളൂ, അങ്ങനെ ഞങ്ങളുടെ ഇഷ്ടങ്ങളെ കുട്ടി ചെയ്യാൻ പാടുള്ളൂ എന്ന രീതിയിൽ ഒരു പാരന്റ് പറഞ്ഞു. സോ ഞാനത് ആ രീതിയിലാണ് ഞാൻ അനാലിസിസ് എഴുതിയത്. ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കണ്ടത്. ചില പാരന്റ്സ് പഴയ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ പോയി അവരുടെ താല്പര്യങ്ങൾ കുട്ടികൾ അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ അത് എഴുതിയത്. ഈ അനാലിസിസ് കഴിഞ്ഞാലും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മളുടെ ഒരു പേഴ്സണൽ അഭിപ്രായം ഉണ്ടാവുമല്ലോ, അവിടെ നമ്മൾ ഒപ്പീനിയൻ. നെക്സ്റ്റ് എനിക്ക് എന്താണ്, ഞാനൊരു പാരന്റ് ആയിരിക്കാം, ഒരു ടീച്ചർ ആയിരിക്കാം, അപ്പൊ അങ്ങനെ എനിക്ക് എന്താണ് അതിൽ അഭിപ്രായം, ആ ഒപ്പീനിയൻ എഴുതണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എഴുതേണ്ടത് പിന്നെ ഒരു കൺക്ലൂഷൻ എന്നുള്ളത് പിന്നെ മതിയാകും. അപ്പൊ കൺക്ലൂഷനിൽ ഇപ്പൊ 5 പാരന്റ്സും നല്ല പ്രാക്ടിക്കലായി ചിന്തിച്ച് കുട്ടികളുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കൂടുതലായിട്ട് അവിടെ ഒന്നും ചെയ്യാനില്ല അല്ലെ. അവർക്ക് അവയർനെസ് കൊടുക്കണോ ഇന്റർവെൻഷനോ ഒന്നും ആവശ്യമില്ല. കൺക്ലൂഷനിൽ നമുക്ക് അത് എഴുതാം, എല്ലാവരും ഇങ്ങനെയാണ് ചിന്തിച്ചത്. സോ അതേസമയം ഏതെങ്കിലും ഒരു പാരന്റ് വേറിട്ട് ചിന്തിക്കുന്നു, കുട്ടിയെ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ഇങ്ങനെ ഒരു ഇന്റർവെൻഷൻ അവിടെ ആവശ്യമാണ്, അങ്ങനെയുള്ള രീതിയിൽ എഴുതാം. അത് അപ് ടു യു. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കൊച്ചു പാരഗ്രാഫിൽ എഴുതിയാൽ മതി, വലിയ കഥ പോലെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. എനിക്കെല്ലാം ചെറിയ ചെറിയ പാരഗ്രാഫുകളായിരുന്നു. ഓക്കെ, സോ അതായിരുന്നു. ഓക്കെ, ഇനി ബാക്ക് ടു ക്ലാസ്. നമ്മളുടെ ഈ ഒരു പാർട്ട് 3, അതായത് മൊഡ്യൂൾ 1 പാർട്ട് 3 യൂണിറ്റ് 3 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് പ്യുവർലി മോണ്ടിസോറി മെത്തേഡ് എത്തി നിൽക്കുവാണ് നമ്മൾ. അപ്പൊ മറിയാം മോണ്ടിസോറിയുടെ പല പല ഒബ്സർവേഷൻസും അവരിങ്ങനെ ഒരു മെത്തേഡ് ഡിസൈൻ ചെയ്യാനുണ്ടായ കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു. അപ്പൊ മോണ്ടിസോറി മെത്തേഡിന്റെ കുറെ സ്പെഷ്യാലിറ്റീസ് നമ്മൾ പറഞ്ഞു. അത് ട്രഡീഷണൽ മെത്തേഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പറഞ്ഞു.
അത് കഴിഞ്ഞ് മറിയ മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്തപ്പോൾ അവരുടെ ഒബ്സർവേഷൻസ്, അവരുടെ വർക്ക്, അവരെങ്ങനെയാണ് ഈ മെത്തേഡിലേക്ക് ഓരോ കാര്യങ്ങളെയും പോയിന്റ് ഔട്ട് ചെയ്ത് എന്നുള്ളതായിരുന്നു നമ്മളിപ്പോൾ നോക്കുന്നത്. മറിയ മോണ്ടിസോറി പറഞ്ഞത് കുട്ടികൾ ഒരു 0 to 6 years ആ ഒരു ഏജ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ ആണ്, ആ സമയം അവരുടെ സെൻസിറ്റീവ് പീരീഡ് ആണ്, ആ സമയം അവർക്ക് അബ്സോർബൻ മൈൻഡ് ആണ് എന്നൊക്കെ പറഞ്ഞു അല്ലെ. ഒരു സ്പഞ്ച് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വാട്ടർ അബ്സോർബ് ചെയ്യുന്ന പോലെ അത്ര ക്വിക്ലി ആയിരിക്കും അത് അബ്സോർബ് ചെയ്യുന്ന പോലെ തന്നെയാണ് കുട്ടികളുടെ മനസ്സും. അവർ എന്ത് കാണുന്നു അത് മുഴുവനും അങ്ങോട്ട് രജിസ്റ്റർ ആവുക അവരുടെ മൈൻഡിലേക്ക്, ഒരു ഇംപ്രഷൻസ് പോലെ നടക്കും. ബട്ട് അവിടെ വേറെ 2 കാര്യങ്ങൾ പറഞ്ഞു, അതായിട്ട് ഞാൻ തോന്നുന്നു 0 to 3 years കുട്ടിക്ക് ഒരു അൺകോൺഷ്യസ് മൈൻഡ് ആണ്. ആഫ്റ്റർ 3 years ആണ് ആ ഒരു കോൺഷ്യസ് മൈൻഡിലേക്ക് കുട്ടി വരുന്നത്. അപ്പൊ ഈ 0 to 3 yearsലെ അൺകോൺഷ്യസ് മൈൻഡ് ആണെങ്കിൽ പോലും അത് കാണുന്ന കാര്യങ്ങൾ മുഴുവൻ അബ്സോർബ് ചെയ്യുന്നു, അത് ഇംപ്രഷൻസ് ആയിട്ട് കിടക്കുന്നു. നമ്മൾ ഷൗട്ട് ചെയ്യുന്നു, കുട്ടി വല്ലാതെ വിറയ്ക്കും, അതൊരു ഇംപ്രഷൻ ആയിട്ട് അതിന്റെ മൈൻഡിൽ ഉണ്ടാകും. അതൊരു ട്രോമ തന്നെയാണ്. ഈവൻ ദോ ഇറ്റ് ഈസ് എൻ അൺകോൺഷ്യസ് മൈൻഡ്, അതിന്റെ ലൈഫ് ലോങ് അതൊരു ട്രോമ തന്നെയായിട്ട് ഉണ്ടാകും. അപ്പോൾ വളരെ ഡെലിക്കേറ്റ് ആണ്, സെൻസിറ്റീവ് പീരീഡ് ആണ്. നമ്മള് അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ എന്തൊക്കെ അവർക്ക് കിട്ടുന്നു അത് മുഴുവനും ഇംപ്രഷൻസ് ആയിട്ട് അവരുടെ ബ്രെയിനിൽ ഇങ്ങനെ തലവരാന്നൊക്കെ പറയില്ലേ, ഇതാണിത് ശരിക്കും. ആ ഇംപ്രഷൻസ് കിടക്കുവാണ് കുട്ടിയില്. അല്ലാതെ കുട്ടിക്ക് ആരും ബ്ലെസ് ചെയ്ത് കൊടുക്കുന്നതോ ഒന്നുമല്ല. നല്ല കാര്യങ്ങളാണെങ്കിൽ അത് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും. അതേസമയം ഈ പറയുന്ന ഷൗട്ട് ചെയ്യുക, കുട്ടിയെ ബീറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ഒരു പെയിൻ ആയിട്ട് കിടക്കും. ഓക്കെ ഓക്കെ സോ നമ്മുടെ ലോ ഓഫ് വർക്ക് ആയിരുന്നു. ഇത് നമ്മൾ വായിച്ചു തുടങ്ങിയിരുന്നോ? ഒരു പാരഗ്രാഫ് എടുത്തു മിസ്. യെസ്. നമ്മള് മറിയ മോണ്ടിസോറി ആദ്യമായിട്ട് ഒരു മോണ്ടിസോറി മെത്തേഡിൽ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റലിയിലെ ഒരു സ്ലം ഏരിയയിലെ ലോക്കൽ അതോറിറ്റീസ് ഡിമാൻഡ് ചെയ്യുവാണ് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ സെന്റർ പോലെ. അങ്ങനെയാണ് ഇങ്ങനെ ഒരു കാസാഡി ബാമ്പിനി എന്ന് പറഞ്ഞ ആദ്യമായിട്ട് ഇറ്റലിയിലെ സാൻ ലൊറൻസയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സ്ലം ഏരിയയിൽ നിന്ന് വരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ബിഹേവിയർ പാറ്റേൺ, ആ ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചർ, ഭയങ്കര ഒരു വയലന്റ്, അവര് എപ്പോഴും ഭയങ്കര ഒരു എന്താ പറയാ ഒരു അടങ്ങിയിരിക്കുന്ന ടൈപ്പ് അങ്ങനെ ആയിരുന്നില്ല. അവരുടെ ആ ഒരു ബിഹേവിയർ ഉണ്ടായിരുന്നു. അപ്പൊ ഇനീഷ്യലി അവർക്കത് ആ ഒരു സിറ്റുവേഷനൊക്കെ ആയിട്ടൊക്കെ ഒന്ന് യൂസ്ഡ് ആയിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവരുടെ അഗ്രസീവ്നെസ് ഒക്കെ ഒന്ന് മാറി വരാനായിട്ട്. ബട്ട് സൂൺ അവർ പെട്ടെന്ന് അവരിൽ മാറ്റങ്ങൾ വരുമായിരുന്നു. ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ അവർ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിച്ചു. മേ ബി ഇനിയിപ്പം ഒരു മാർച്ച് ഒക്കെ ആകുമ്പോൾ ഭയങ്കര ചൂട് വരുവാണ്. ചൂട് വരുമ്പോഴേക്കും നമുക്കങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത ചൂടൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഒരു അൺഈസിനെസ്സും ഭയങ്കര നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, ഭയങ്കര ഡിസ്റ്റർബ് ആവും. സമയം നല്ലൊരു മരത്തിന്റെ തണലിലേക്കോ അല്ലെങ്കിൽ AC റൂമിലേക്ക് നമ്മൾ കുറച്ചേരം ഇരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര അങ്ങ് റിലാക്സ്ഡോ കൂൾ ആവുകയോ ചെയ്യാം അല്ലെ. അത് തന്നെ നമ്മള് ഫസ്റ്റ് യൂണിറ്റിലെ വെൽനെസ് പറയുമ്പോൾ ഈ വെൽനെസ് എന്നുള്ളത് ഏതിലൂടെയൊക്കെ കടന്നു പോകുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ വെൽനെസ് കടന്നു പോകുന്ന ഒരു ഫാക്ടറാണ് ക്ലൈമറ്റ് വെൽനെസ്. ഇപ്പൊ റിസർച്ച് നടക്കുന്നതാണ്. അതായത് ആളുകളുടെ വെൽനെസ്, സുഖം, സന്തോഷം എന്നുള്ളത് ക്ലൈമറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. നമ്മൾ പലതും പറഞ്ഞു, വെൽനെസ് ഡിപ്പെൻഡിങ് ഓൺ പിന്നെ എക്കണോമിക്, സാമ്പത്തികം ഭദ്രമല്ലെങ്കിൽ നമ്മളുടെ വെൽനെസ്സിനെ ബാധിക്കും. പിന്നെ അങ്ങനെ കുറെ ഫാക്ടേഴ്സ് വന്നു വെൽനെസ്സിനെ ബാധിക്കുന്നത്. സോഷ്യൽ വെൽനെസ്, നമ്മൾ നല്ലൊരു സൊസൈറ്റിയിൽ വളരെ അങ്ങനെ നല്ലൊരു എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ അതും നമ്മളുടെ വെൽനെസ്സിനെ ബാധിക്കും. അങ്ങനെ പല കാര്യങ്ങളും വെൽനെസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നു. എൻവയോൺമെന്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ അതിൽ ഒരെണ്ണമാണ് ക്ലൈമാറ്റിക് വെൽനെസ്. ലാസ്റ്റ് വന്ന ഒരെണ്ണമാണ്, ഇപ്പോഴും അതിൽ റിസർച്ച് നടക്കണം. ക്ലൈമറ്റ് എന്തോ ഞാൻ കൃഷ്ണേന്ദുവാണ് ട്ടാ. എന്നോടാണോ? ഞാൻ ഇതിന്ന് അമ്മ ഒരു സ്ഥലം വരെ പോയതായിരുന്നു. ഞാനിപ്പോ ഇതിന്നാണ് കേറണ. ഓക്കെ. എനിക്ക് ക്ലിയർ ആയില്ല. ഇപ്പൊ ജോയിൻ ആയി എന്നാണോ പറഞ്ഞേ? എനിക്ക് തോന്നണ വേറൊരു ഫോണിൽ നിന്ന് കേറിയത് പുള്ളിക്കാരി പറഞ്ഞാന്നാ തോന്നണേ. ആണോ? ഓ ശരി. സോ കേൾക്കാൻ പറ്റുന്നില്ല, ഇഷ്യൂ ഒന്നുമില്ലല്ലോ? ഓക്കെ ഫൈൻ.
സോ നമ്മളത് പറയുമായിരുന്നു വെൽനെസ്സിനെ കുറിച്ച്. ഓക്കെ, കാരണം നമ്മൾ എപ്പോഴും ഇപ്പൊ ഞാൻ നല്ല ഭക്ഷണം കഴിച്ചു, എന്റെ ഹെൽത്ത് ഓക്കെയാണ്, ഞാൻ ആവശ്യത്തിന് എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഫിസിക്കലി ഫിറ്റ് ആണ്, ബട്ട് ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ഞാൻ ഭയങ്കര ഹാപ്പി ആണെന്നല്ലേ. ഈ വെൽനെസ് എന്നുള്ള ഫാക്ടറും ഫിസിക്കലി ഫിറ്റും ഫിസിക്കൽ ഹെൽത്തും കൂടെ ഒരുമിച്ച് മൂന്നും കൂടെ ഒരു ട്രയാങ്കിളിന്റെ 3 കോർണേഴ്സ് അല്ലെങ്കിൽ 3 സൈഡ്സ് ആയിട്ട് നമ്മൾ നിൽക്കുവാണെങ്കിൽ അതൊരു ആ രീതിയിൽ നമ്മളുടെ ലൈഫിൽ വന്നാൽ മാത്രമാണ് നമുക്ക് പീസ് ആൻഡ് ഹാർമണി, സന്തോഷവും സമാധാനം ഉണ്ടാവുള്ളൂ. അതേസമയം എനിക്ക് ഭക്ഷണം നല്ലതുണ്ട്, ഞാൻ കഴിക്കുന്നുണ്ട്, ആരോഗ്യമുണ്ട്, ഞാൻ എക്സസൈസ് ചെയ്ത് ഫിസിക്കലി ഫിറ്റ് ആവുന്നു, പക്ഷെ എന്റെ വീട്ടിൽ ഭയങ്കര ഇഷ്യൂസാ, വഴക്ക്, ബഹളം, ഐ എം നോട്ട് വെൽ. എനിക്ക് വെൽനെസ് എന്നുള്ള 3ാമത്തെ ഫാക്ടർ എനിക്കില്ല, അത് ലോ ആണ്. അല്ലെങ്കിൽ പോട്ടെ, ഞാൻ വീട്ടിലൊന്നും പ്രശ്നമില്ല, ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസ്, ഈ പറഞ്ഞ ആദ്യത്തെ 2 ഫാക്ടേഴ്സും എനിക്ക് ഓക്കെയാണ്, ഫിസിക്കൽ ഹെൽത്ത്, ഫിറ്റ്നസ്, 3ാമത് വരുന്ന ഈ വെൽനെസ്. ഓഫീസിൽ നല്ല ശമ്പളവും ഒക്കെ ഉണ്ട്, പക്ഷെ ഓഫീസിൽ ഒരു സമാധാനവും ഇല്ല, ഭയങ്കര ടോർച്ചറിങ്, അങ്ങനെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അവിടെയും ഞാൻ വെല്ലല്ല. അപ്പൊ നമ്മള് ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം നമ്മള് ഹാപ്പിയാണ്, നമുക്ക് ഭയങ്കര സമാധാനം സന്തോഷമാണെങ്കിൽ ദാറ്റ്സ് ഈ 3 ഫാക്ടറും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹാപ്പി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ലോ ഓഫ് വർക്കില് മറിയം മോണ്ടിസോറി പറയുന്നത്, ഈ കുട്ടികൾ ആദ്യം വരുമ്പോൾ ഭയങ്കര അഗ്രസീവ്നെസ് ആയിരുന്നു, ഭയങ്കര വയലന്റ്, ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചർ ഒക്കെ ആയിരുന്നു. പക്ഷെ ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിന് ആ ഒരു മെറ്റീരിയൽസുമായിട്ട് അവര് ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അവരുടെ ഈ ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചർ, അഗ്രസീവ്നെസ്, അതെല്ലാം മാറി മാറി വരുമായിരുന്നു എന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, സോ ഫൈൻ. നമുക്കപ്പോ നെക്സ്റ്റ് പാരഗ്രാഫ് തുടങ്ങി നോക്കാം. കുട്ടിയുടെ ഒരു മെന്റൽ ഡെവലപ്മെന്റ് ശരിയായി വരണമെങ്കിൽ ഈ ആക്ടിവിറ്റീസിലൂടെ പോകണം. ഈ ആക്ടിവിറ്റീസിലെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലൊരു എൻവയോൺമെന്റിലായിരിക്കണം കുട്ടി. അത് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ സെൻസസ് നല്ല പോലെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം. അത് മാത്രമല്ല ഈ ഫിസിക്കൽ ആക്ടിവിറ്റി കൈകൊണ്ടാണ് കൂടുതൽ ചെയ്യുന്നത്, അപ്പൊ അതിന്റെ മോട്ടോ സ്കില്ലും ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഈ 2 ആക്ഷൻസിലാണ്, സെൻസറി ആക്ഷൻസിലും മോട്ടോർ ആക്ഷൻസിലുമാണ് മറിയം മോണ്ടിസോറി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ അത് ആണ് അവരുടെ ഒരു സയന്റിഫിക് മെത്തേഡായിട്ട് ഓൾ ദ വേൾഡ് അംഗീകരിക്കാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും വായിക്കാമോ? Among the revelation the child has brought us there is one of fundamental importance, the phenomenon of normalization through work. It is certain, but the child's aptitude for work represented a vital instinct. For without work, his personality cannot organize itself and divides from the normal lines of its construction. Man builds himself through working. നെക്സ്റ്റ് പാരഗ്രാഫ് വേണ്ട, നമുക്ക് 2 പോയിന്റ്സ്. അപ്പോ പറയുന്നത് ഒരു മനുഷ്യൻ ഡെവലപ്പ് ആകുന്നത് ത്രൂ വർക്കിംഗ് ആണ്, ആക്ടിവിറ്റീസിലൂടെ. വെറുതെ ചടഞ്ഞുകൂടിയിരിക്കുന്ന ആൾക്ക് യാതൊരു പ്രോഗ്രസ്സും ഇല്ല, അയാൾ പ്രൊഡക്റ്റീവ് ആകുന്നില്ല, ഒരു റിസോഴ്സ്ഫുൾ ആകുന്നില്ല. അപ്പൊ അങ്ങനെ ഒരാള്, അത് തന്നെയാണ് മറിയം മോണ്ടിസോറിയുടെ എടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. തന്നെ സെൽഫ് കൺസ്ട്രക്ഷൻ തന്നെ ഉണ്ടായി വരിക. നമ്മൾ അനിമൽ ബേബീസും ഹ്യൂമൻ ബേബീസും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. അവർ പെട്ടെന്ന് അഡാപ്റ്റഡ് ആകുന്നു എൻവയോൺമെന്റുമായിട്ട്, തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. സോ അതുപോലെ കുട്ടി അങ്ങനെ സെൽഫ് കൺസ്ട്രക്ട് ആവണം. അത് ആഫ്റ്റർ 3 years, 0 to 3 years അവർ ഡിപ്പെൻഡന്റ് ആണ് കൂടുതലും. 0 to 1 years ഡെഫിനറ്റ്ലി അവർ ഡിപ്പെൻഡന്റ് ആണ്. ആഫ്റ്റർ 1 year അവര് ഇൻഡിപെൻഡന്റ് ആവാനായിട്ടുള്ള ട്രൈ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒരു ആർജ് അവരുടെ ഉള്ളിൽ ഇങ്ങനെ വരുവാണ്, എനിക്ക് തന്നെ ചെയ്യണം, ഞാൻ തന്നെ ചെയ്തോളാം, തന്നെ കുളിക്കണം, തന്നെ ഭക്ഷണം കഴിക്കണം, തന്നെ ഡ്രസ് ചെയ്യണം, അങ്ങനെ എല്ലാം അവർ സെൽഫായിട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പീരീഡ് ആണ് ആഫ്റ്റർ 1 year. അപ്പൊ അതാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. ആ ഒരു ടൈമിൽ അതിന് വേണ്ടുന്ന ഒരു എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ബി പ്രൊഡക്റ്റീവ്. അവര് തന്നെ കൺസ്ട്രക്ഷൻ, ഒരു സെൽഫ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് നോർമലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. മറിയം മോണ്ടിസോറിയുടെ അക്കോർഡിംഗ് ടു മറിയം മോണ്ടിസോറി നോർമലൈസേഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്, എല്ലാം തികഞ്ഞ ഒരാളെന്നല്ല. whatever he is doing, he can do by himself. അത് തന്നെ ചെയ്യുന്നു, വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു,
ചിന്തിക്കുന്നു, ക്രിയേറ്റീവ് ആവുന്നു, ഇമാജിൻ ചെയ്യുന്നു, അതിനനുസരിച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നു, അവരുടേതായ പുതിയ പുതിയ ഡിസ്കവറീസ് വരുന്നു ത്രൂ ദിസ് ആക്ടിവിറ്റീസ്. ദാറ്റ് ഇസ് നോർമൽ കിഡ് എന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. അങ്ങനെയുള്ളവർ അഡൾട്ട് ആകുമ്പോഴാണ് ദേ ക്യാൻ പ്രൊവൈഡ് മോർ തിങ്സ് ടു ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ആ സോഷ്യൽ നീഡ്സ് അനുസരിച്ച് സൊസൈറ്റിയിലേക്ക് മാക്സിമം ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നു. പലയിടത്തും നമ്മൾ കാണും നോർമലൈസേഷൻ. നമുക്കൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി നോർമലൈസേഷൻ, നോർമൽ ചൈൽഡ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് എന്നുള്ള വാക്കുമായിട്ട് ഒരിക്കലും കണക്ട് ചെയ്യരുത്. നോർമൽ, ഹീസ് നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഈ നോർമൽ അബ്നോർമൽ പറയുന്ന അതുപോലുമല്ല. നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ ഒന്നിനും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് നോർമലൈസേഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഫൈൻ. സോ നെക്സ്റ്റ് പറയാൻ വേണ്ടി കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. ഒരു പ്രായമായ അഡൾട്ടിൽ നിന്നും ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ്, ആ കുട്ടി എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ അഡൾട്ട് ഒരു പാത്രത്തിലേക്ക് എന്തെങ്കിലും ഒരു പൾസസ് സ്റ്റോർ ചെയ്യാന്ന് വിചാരിച്ചു. ഒരു കുട്ടിയെ കൊണ്ട് ആ സെയിം ആക്ടിവിറ്റി ചെയ്യിക്കുമ്പോൾ അവൻ അത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. മേ ബി അവൻ ചെയ്യുമ്പോൾ 1-2 പൾസസ് നിലത്ത് പോകുമായിരിക്കും. പരിപ്പ്, പയർ അങ്ങനത്തെ സാധനങ്ങളില്ലേ, അത് അതിൽ എടുത്തു വെക്കാം. ഇത് എല്ലാം കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളായിട്ടാണ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം. നമുക്ക് മോഡ്യൂൾ 3 വരുമ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ഏരിയ ആണ്. അപ്പൊ അതില് നമ്മള് കുട്ടികളെ ആദ്യം കൊണ്ടുപോകുന്നത് അവരുടെ ഏജിനനുസരിച്ച് അവരെ ആദ്യം കൊണ്ടുപോകുന്നത് നമ്മളെ വീട്ടില് നമ്മളുടെ പ്രാക്ടിക്കൽ ഏരിയ എവിടെയാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതും നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന ഏരിയ എവിടെയാ? എന്തോ കിച്ചൺ. യെസ്, കിച്ചണിലേക്കാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ ആദ്യം കൊണ്ടുപോകേണ്ടത്. അവിടെ അവരെ വാട്ടർ പോറിങ്, ജഗ്ഗിലേക്ക് വാട്ടർ ഒഴിക്കാനും ഈ പറയുന്ന കണ്ടെയ്നേഴ്സിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കില്ലേ, പയറ്, പരിപ്പ്, അങ്ങനെയൊക്കെ, അതെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് കുട്ടിയെ പഠിപ്പിക്കാം. അത് നിങ്ങൾക്കുണ്ട്. ഓരോ ഏജിലും എന്താണ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അതൊക്കെ മോഡ്യൂൾ 3 വരും. അപ്പൊ അങ്ങനെ ഒരു കുട്ടി ചെയ്യുന്നതും ഒരു അഡൾട്ട് ചെയ്യുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. കുട്ടി ചെയ്യുമ്പോഴും അഡൾട്ട് ചെയ്യുമ്പോഴും നമ്മൾ സാധാരണ കടുക് പോലുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര സൂക്ഷിക്കൂലേ, വളരെ മൈന്യൂട്ടാണ്. നമ്മൾ ഒന്നില്ലെങ്കിൽ പേപ്പറിൽ അത് ആദ്യം കവറിൽ നിന്ന് ഇട്ടിട്ട് അതൊക്കെ ആ പേപ്പറിന്റെ ഒരു ഭാഗം ഇങ്ങനെ കോൺ പോലെ ഒന്ന് ആക്കിയിട്ട് ആണ് നമ്മൾ കണ്ടെയ്നറിന്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് കുട്ടിക്ക് കൊടുക്കുമ്പോഴും അങ്ങനത്തെ അവിടെ നമുക്ക് ഫണൽ യൂസ് ചെയ്യാം. ഈ ഫണൽ യൂസ് ചെയ്യും. ഇപ്പൊ വെള്ളം അല്ലാതൊരു ബോട്ടിലേക്ക് പോർ ചെയ്യുമ്പോഴേക്കും കുറെ പുറത്തേക്ക് സ്പിൽ ഔട്ട് ആകും. അത് ഒഴിവാക്കാൻ നമ്മൾക്ക് ഫണൽ വെച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടിയുടെ കോൺഫിഡൻസ് കൂടും. സ്പിൽ ഔട്ട് ആകുമ്പോഴേക്കും അതിനാകെ ഒരു ടെൻഷൻ ആയിരിക്കും, ഞാൻ ചെയ്തപ്പോ അത് മുഴുവൻ പോയല്ലോ, അങ്ങനെയൊക്കെ ഒരു ഫീലൊക്കെ വരും. അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ മോഡ്യൂൾ 3 വരുന്നുണ്ട്, അതിലേക്ക് വരാം. ഇതാ ഞാൻ ഒരു കുട്ടി ഒരു വർക്ക് ചെയ്യുന്നതും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതും അഡൾട്ട് ചെയ്യുന്നതും തമ്മിൽ കുറെ കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമുക്കിവിടെ അതൊരു 5 പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് 2 പോയിന്റ്സ് ആരെങ്കിലും ഒന്ന് വായിക്കും, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്ലീസ്. The aim of the child's work is not a visible one, but of an internal one. That is for self-construction. An adult work to complete an activity. The child work in order to develop through work he establish concentration. Here motor development, work habit, and more importantly his self-concept. Okay. First 2 ബിയും കൂടെ വായിച്ചു. The child attends a law of maximum effort. To succeed by himself, he boosts his effort. To develop, he must do it himself, and no one can do it for him. In fact, every support given to a child captures his development. ഓക്കെ. സോ നമുക്കൊന്ന് ആലോചിക്കാം. ഒരു അഡൾട്ടിനും ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നു, ഒരു കുട്ടിക്കും ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നു. അഡൾട്ട് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും ഈ പറയുന്ന ആക്ടിവിറ്റി. ഫോർ എക്സാമ്പിൾ, ജഗ്ഗില് വെള്ളം ഫില്ല് ചെയ്യണം. അഡൾട്ട് ഓൾറെഡി അത് ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ അഡൾട്ടിന് അറിയാം വെള്ളമാണ്, സോ എത്രത്തോളം അതിന് ശ്രദ്ധിക്കണം എന്നുള്ളത്. കുട്ടി ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യണതായിരിക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് ടൈം ചെയ്യുന്നതായിരിക്കാം. അപ്പൊ അത് ഭയങ്കര അതിനൊരു ജോലി ഏൽപ്പിച്ചേക്കുമല്ലേ, ആ ഒരു ഇഷ്ടത്തോടെ ഭയങ്കര കോൺസെൻട്രേഷനോടെ ആയിരിക്കും ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക.
അപ്പൊ ഡ്യൂറിങ് ദ ആക്ടിവിറ്റി കുട്ടി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. കാരണം ഒന്നാമത്തെ കാര്യം ആൾക്കൊരു പ്രൗഡ് ഫീലാ, എന്നെ ഏൽപ്പിച്ചല്ലോ ഇത് ചെയ്യാനായിട്ട്, വലിയ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നെ ഏൽപ്പിച്ചുള്ളൂ എന്ന് പ്രൗഡ് ഫീലും ഹാപ്പിനെസ്സും, അങ്ങനെ ആ ഒരു ബോട്ടിൽ പിടിക്കാൻ പറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, വെള്ളം വീഴുന്നത് കാണുന്നതും എല്ലാം എൻജോയ് ചെയ്തിട്ട് ഭയങ്കര കോൺസെൻട്രേഷനിലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അതിൽ പ്രത്യേകിച്ച് എൻജോയ്മെന്റ് ഒന്നും ഇല്ല, നമ്മൾ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നു. അതാണ് ഡിഫറൻസ്. ഒരു അഡൾട്ടും ഒരു കുട്ടിയും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. പിന്നെ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് കോൺസെൻട്രേഷൻ കഴിഞ്ഞിട്ട് ഹിസ് ആണ്, HIS ആണ്, ഹിസ് മോട്ടർ ഡെവലപ്മെന്റ്, വാക്ക് ഹാബിറ്റ് ആർ ആൻഡ് മോർ ഇമ്പോർട്ടന്റ്ലി ഹിസ് സെൽഫ് കൺസെപ്റ്റ്. അപ്പോ ഒരു വർക്ക് ചെയ്യുമ്പോൾ കൈ ഉപയോഗിക്കുന്നു, ബ്രെയിൻ യൂസ് ചെയ്യുന്നു, ശ്രദ്ധിക്കുന്നു അല്ലെ, അപ്പൊ ബ്രെയിൻ യൂസ് ചെയ്യുന്നു. സോ അതിന്റെ മോട്ടർ ഡെവലപ്മെന്റും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും, ആ ബുദ്ധിയുടെ കോൺസെൻട്രേഷന്റെ അതെല്ലാം ഡെവലപ്പ് ആവുകയാണ്. അഡൽട്ട് ഓൾറെഡി അതെല്ലാം ഡെവലപ്മെന്റ് എല്ലാം കഴിഞ്ഞ് അതിന്റെ പീക്കിൽ നിൽക്കുകയാണ്. സോ അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അവിടെ പ്രോഗ്രസ് ഒന്നും ഉണ്ടാകുന്നില്ല. ബട്ട് കുട്ടിയെ സംബന്ധിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ചൈൽഡ് അറ്റൻഡ്സ് എ ലോ LAW ലോ ഓഫ് മാക്സിമം എഫേർട്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ ഫുൾ എനർജി എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്, മാക്സിമം എഫേർട്ട് എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോ കാര്യം ചെയ്യുമ്പോൾ അത് അവന്റെ സെൽഫ് കൺസെപ്റ്റിനെ, അതിന്റെ എഫേർട്സിനെ എല്ലാം കൂടുതൽ കൂടുതൽ ബൂസ്റ്റ് ആവും. ഒരു മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷൻ പോലെ. നമ്മളിപ്പോ കുട്ടി ഞാൻ ചെയ്യാന്ന് പറഞ്ഞു വരുമ്പോഴേക്കും വേണ്ട നീ ചെയ്യണ്ട, നീ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം താഴെ പോകും, അങ്ങനെ പറയുമ്പോഴേക്കും അത് ഭയങ്കര ഡൗൺ ആയി പോകും. അതേസമയം ഇഫ് വി ലെറ്റ് ദം ടു ഡു, വെള്ളം ഇച്ചിരി പുറത്തു പോയിക്കോട്ടെ എന്നാലും അവർക്കൊരു ഫണൽ കൊടുക്കുമ്പോൾ ഞാൻ വാട്ടർ ഒന്നും സ്പില്ലാവാതെ ചെയ്തല്ലോ, കടല കണ്ടെയ്നറിലേക്ക് ഇടുവാണ് കുട്ടി കവറിൽ നിന്ന്. നമുക്കൊരു മാറ്റ്, നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു മാറ്റ്, ഒരു ടവലോ എന്തെങ്കിലും വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കണ്ടെയ്നർ വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് തെറിച്ചു പോണ കടല ഈ മാറ്റിൽ വീഴും. കുട്ടിക്ക് ആ മാറ്റിൽ നിന്നും പിറക്കി കണ്ടെയ്നറിലിടാം. അപ്പോഴും അവൻ ഹാപ്പി ആകുന്നു. കാരണം ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ആദ്യം ഒരു 3-4 പോയി, പിന്നെ ഒരു 2 പോയുള്ളൂ, പിന്നെ ഒന്നും പോകുന്നില്ല. സോ ഹി വിൽ ബി വെരി ഹാപ്പി. അത് അവന്റെ എഫേർട്ടിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ കുറെ നമ്മള് ഒരു സപ്പോർട്ട് കൊടുത്ത, ഇപ്പം കണ്ടെയ്നറിലേക്ക് കടല ഇടാനായിട്ട് വേണ്ട നീ ചെയ്യേണ്ട, നീ ചെയ്ത് എല്ലാം താഴെ പോകും, എനിക്ക് ഇരട്ടിപ്പണിയാണ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഡൗൺ ആവും. അതേസമയം അതിനെന്താ ചെയ്യാ, ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ഇതാണ് പെട്ടെന്ന് ഇങ്ങനെ ഇടുമ്പോഴേക്കും തെറിച്ചു പോകാം. സോ ഒരു മാറ്റ് നല്ല ഇതിൽ തന്നെ വിരിച്ചിട്ട് അതിന്റെ മുകളില് കണ്ടെയ്നർ വെച്ചിട്ട് കുട്ടിയോട് ഇടാൻ പറയാം. എന്നിട്ട് പറയാം നീറ്റ് ആയിട്ടുള്ള മാറ്റാണ്, ഇതിലേക്ക് പോയാലും നമുക്ക് കണ്ടെയ്നറിലേക്ക് തന്നെ തിരിച്ചെടുത്ത് വെക്കാനായിട്ട് പറ്റുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ഭയങ്കര ഹാപ്പിയാവും. അങ്ങനെ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുവാണെങ്കിൽ, അങ്ങനെ കൊടുക്കുമ്പോഴേക്കും അത് അവന്റെ ഡെവലപ്മെന്റിനെ സഹായിക്കും. അതേസമയം നമ്മൾ ഒന്നും അവന് ചെയ്യാതെ നമ്മൾ തന്നെ എല്ലാം അവന് വേണ്ടി ചെയ്യുവാണെങ്കിൽ ദാറ്റ് വിൽ അറസ്റ്റ് ഹിസ് ഡെവലപ്മെന്റ്. അത് അവന്റെ ഡെവലപ്മെന്റ് മുരടിച്ചു പോകുന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് സി മാത്രം ആരെങ്കിലും ഒരാൾ വായിച്ചു. Children use the environment to enhance themselves. Children use the environment to enhance themselves. Adults use themselves to improve the environment. The adult is no longer developing. He has arrived at the norm of species. But the child is being a constant state of transportation. He interacts with the environment and receives impressions for his psychic development. ഓക്കെ, കുട്ടികള് എൻവയോൺമെന്റുമായിട്ട് എല്ലാം കണക്റ്റഡ് ആവുകയാണ്. അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം എൻവയോൺമെന്റ് സറൗണ്ടിങ്സുമായിട്ട് കണക്റ്റഡ് ആവുകയാണ്. അത് അവരെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ, ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അഡൽട്ടിനെ സംബന്ധിച്ച് അവർ ഓൾറെഡി എല്ലാത്തിന്റെയും പീക്ക് ആയി കഴിഞ്ഞു. സോ ദർ ഈസ് നത്തിങ് ടു ഇംപ്രൂവ് ദംസെൽസ്. അവര് എൻവയോൺമെന്റിൽ ഇംപ്രൂവ് ചെയ്യുക, ആ ഒരു കാര്യമായിരിക്കും അവർ നോക്കുന്നത്. ഇപ്പം ഒരു ലൈബ്രറി റൂം, അതിലേക്ക് റീഡിങ് ആയിട്ടുള്ള ഒരു കുട്ടിയെ വിടുകയാണെങ്കിൽ അവന് കുറെ കാര്യങ്ങൾ അതിനകത്ത് വായിക്കാനും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അത് ചെയ്യുന്നു. അതേസമയം ഒരു അഡൾട്ട്, അയാൾ ഓൾറെഡി ഒരു 10-15 ഇയേഴ്സ് ആയിട്ട് ആ ലൈബ്രറി യൂസ് ചെയ്യുന്ന, അയാൾക്ക് പ്രത്യേകിച്ച് അതിനകത്ത് വായിക്കാനൊന്നും കാര്യമായിട്ടൊന്നുമില്ല. ബട്ട് ആ ലൈബ്രറിയിൽ ഇനി എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യണോ, അങ്ങനെയായിരിക്കാം അയാൾ ചിന്തിക്കുന്നത്. സോ ഹി ഓൾവേസ് തിങ്കിങ് അബൌട്ട് വാട്ട് ഷുഡ് ഐ ഡു ടു ഇംപ്രൂവ് ദ എൻവയോൺമെന്റ്. പക്ഷെ കുട്ടികളുടെ കാര്യത്തിലോ എൻവയോൺമെന്റ് മേക്സ് ദ ചൈൽഡ് ടു ഇംപ്രൂവ് ദംസെൽസ്. അതാണ് ആ ഡിഫറൻസ്. മനസ്സിലായില്ലേ? അഡൽട്ട് ഓൾറെഡി എല്ലാത്തിന്റെയും പീക്കിലെത്തി ഡെവലപ്മെന്റിന്റെ, ഇനി പ്രൊഡക്റ്റീവ് ആവാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ബട്ട് കുട്ടികൾക്ക് അങ്ങനെയല്ല, അവർക്ക് പല പല കാര്യങ്ങൾ ഉണ്ട്.
കുട്ടി അതിൻ്റെതായ ഒരു ട്രാൻസ്പോർട്ടേഷൻ, ഒരു യാത്രയിലാണ് അവന്റെ ഒരു ഡെവലപ്മെന്റിന്റെ. എൻവിയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, പല രീതിയിലുള്ള ഇംപ്രഷൻസ് അവനിലേക്ക് വരുന്നു, അവന്റെ സൈക്കിക് ഡെവലപ്മെന്റ് മുന്നോട്ട് പോകാനായിട്ട്. നെക്സ്റ്റ് 2 points ആരെങ്കിലും. Children work for the purpose of the process. However, the adult is involved with the end and result. The essence of the child's work is different from the adult. A child of about 3-5 years who wants to work with the 10 cubes of pink tower on a rug would create 10 separate journeys all over the room. An adult would never act in that way. The child does not hurry as we do towards the end. By following his rhythm, he is able to accurate himself. ഓക്കെ, കുട്ടികളുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം ദി അഡൽട്ട്. അതായത് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ്, ഇവിടെ അസെറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അതാണ്. ആ ഒരു സിഗ്നിഫിക്കൻസ് അഡൽട്ടിൽ നിന്നും ഡിഫറെന്റ് ആണ്. ഇത് പിങ്ക് ടവറിനെ പറ്റി നിങ്ങൾക്കറിയോ? നമ്മളുടെ മോണ്ടിസോറി മെറ്റീരിയൽ, നമുക്ക് ആ മെറ്റീരിയൽ കിട്ടിയിട്ടില്ല, അതെന്തോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു, അത് ഉണ്ടായിരുന്നെങ്കിൽ കാണിച്ചു തരായിരുന്നു. പിങ്ക് ടവർ ഒന്നുമില്ല, നമുക്ക് 10 ക്യൂബ്സ് ആണ്, 10 ക്യൂബ്സ് ആണ് പിങ്ക് കളറിലുള്ളത്. ക്യൂബ് എന്താന്ന് മനസ്സിലായല്ലോ, നമ്മുടെ മാജിക് ക്യൂബ്, റുബിക്സ് ക്യൂബ് പോലത്തെ 10 ക്യൂബ്സ്. അതായത് സ്ക്വയർ 2D വേർഷൻ ആണെങ്കിൽ സ്ക്വയറിന്റെ 3D വേർഷൻ ആണ് ക്യൂബ് എന്ന് പറയുന്നത്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓൾ ദ 4 സൈഡ്സ് ആർ ഈക്വൽ. ക്യൂബ് എന്ന് പറയുമ്പോ എത്ര ഫേസസ് ഉണ്ട്? 6 ഉണ്ട്. അതായത് ഈ 6 ഫേസിന്റെയും സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലെ, എല്ലാ സൈഡിലെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള 10 ക്യൂബ്സ്, ഈ 10 ക്യൂബ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 1 സെന്റിമീറ്റർ തുടങ്ങി 10 സെന്റിമീറ്റർ വരെയാണ് ഓരോ ക്യൂബും. അതായത് സൈഡ് ലെങ്ത്, ആദ്യത്തെ ക്യൂബ് ചെറുതായിരിക്കും, 1 സെന്റിമീറ്റർ ആയിരിക്കും ആ സൈഡ്സിന്റെ എല്ലാം ലെങ്ത്. അടുത്തെന്ന് പറയുമ്പോൾ 2 സെന്റിമീറ്റർ ആകും. അങ്ങനെ 3, 4, 5, 6, 7, 8, 9, 10 സെന്റിമീറ്റർ. ഏറ്റവും മാക്സിമത്തിലേക്ക് എത്തുമ്പോൾ 10 സെന്റിമീറ്റർ. അതാണ് ഈ ക്യൂബ്സ്. അപ്പൊ ഈ ക്യൂബ് പ്ലേസ് ചെയ്യേണ്ട ശരിയായ രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ക്യൂബ് താഴെ വെക്കും, അതായത് 10 സെന്റിമീറ്ററിന്റെ ക്യൂബ്, അതിന്റെ മുകളിലായിരിക്കും 9, അങ്ങനെ 1 വരെയും വെക്കും. അപ്പൊ അതൊരു ടവറിന്റെ ഷേപ്പിൽ വരും, ഒരു ഈജിപ്ഷ്യൻ പിരമിഡ് ഒക്കെ ഇരിക്കില്ലേ അതുപോലെ. പിങ്ക് കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൈറ്റ് കളർ ആണല്ലോ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, അതുകൊണ്ടാണ് അതിന് നല്ലൊരു കളർ, ഒരു കളർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കളറിന്റെ ഒരു അട്രാക്ഷൻ വരും. പിന്നെ ഈ വർക്ക് ചെയ്യാനായിട്ട് ഒരു അഡൾട്ടിനോട് ഇത് ടവർ പോലെ ആക്കാൻ പറഞ്ഞാൽ അവര് പെട്ടെന്ന് തന്നെ ആദ്യം 10 വെച്ച് അതിന്റെ മുകളിൽ വെക്കും. പക്ഷെ കുട്ടികൾക്ക് ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്താൻ അവർ കുറേ വർക്ക് ചെയ്യണം. അവർ ചിലപ്പോ ആദ്യം 10 ആയിരിക്കില്ല വെക്കുന്നത്, ചിലപ്പോ ഏതെങ്കിലും 5 എങ്ങാനും വെച്ചിട്ട് അതിന്റെ മുകളിൽ വെക്കുമ്പോൾ അവർക്കിത് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നും അപ്പൊ അവർക്ക് ടവർ പോലെ ആക്കുന്നതിന് എന്താ ചെയ്യിക്കുക എന്നുള്ളത്. നമ്മൾ ഏതൊരു മെറ്റീരിയൽസും കുട്ടികൾക്ക് ആദ്യം ഡെമോ കൊടുക്കും, അവരെ ആദ്യം കാണിച്ചു കൊടുക്കും. വി വിൽ ഷോ ദം, അല്ലാണ്ട് we won't tell them to do like this അങ്ങനെ പറയില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയില്ല. നമ്മൾ ആദ്യം ഓരോ മെറ്റീരിയൽസ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യും, കുട്ടി ഇങ്ങനെ ശ്രദ്ധിക്കും. അത് കഴിഞ്ഞ് പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും അവർ ഈ മെറ്റീരിയൽസ് എടുത്ത് അവർ ആക്ടിവിറ്റി തുടങ്ങുന്നത്. അപ്പൊ അവർക്ക് പെട്ടെന്ന് അവർ കണ്ട കാര്യം ഓർമ്മയിൽ ഉണ്ടാവണമെന്നില്ല, ചില കുട്ടികൾക്ക് ആ ഒരു ഓർമ്മ വരും. അപ്പൊ നമ്മള് ഇവരുടെ പ്രോഗ്രസ് എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഒബ്സർവർ ആയിരിക്കും, മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. നമ്മൾ ഓരോ കുട്ടിക്കും ഒരു പ്രോഗ്രസ്, അതിന് ഒരു ഫയലോ എന്തെങ്കിലും സൂക്ഷിക്കാം. അതില് കുട്ടി എത്ര പിങ്ക് ടവറിന്റെ ആക്ടിവിറ്റി ചെയ്യുവാണ്, എത്ര ടൈം എടുത്തു ആക്ടിവിറ്റിക്ക് ആദ്യം ചെയ്തപ്പോൾ, പിന്നെ ആ കുട്ടി എത്രാമത്തെ അറ്റംപ്റ്റിലാണ് അത് ശരിയായ രീതിയിൽ വെച്ചത്, അതെല്ലാം നമുക്ക് നോട്ട് ചെയ്യാം. വൺസ് അത് ശരിയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഫുൾഫിൽ ചെയ്യുക, അവരൊരു അച്ചീവ്മെന്റിലേക്ക് എത്തുവാണ് അല്ലെ, ആ വർക്ക് അക്കംപ്ലിഷ്ഡ് ആയി. അപ്പൊ അവരുടെ ഭയങ്കര സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന് എത്ര ടൈം എടുത്തു, എത്രാമത്തെ അറ്റംപ്റ്റിലാണ് ശരിയായത്, പിന്നെ കുട്ടി സെയിം ആക്ടിവിറ്റി എത്ര തവണ റിപ്പീറ്റ് ചെയ്തു ആ ഒരു ഡേയില്, അതും നമുക്ക് നോട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഡേ, ഇപ്പൊ മൺഡേ ആണ് ഇത് സംഭവിച്ചതെന്ന് വിചാരിച്ചു, നെക്സ്റ്റ് ഡേ ട്യൂസ്ഡേ വരുമ്പോൾ കുട്ടി ഈ ആക്ടിവിറ്റിയാണ് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ അതും നമ്മൾ നോട്ട് ചെയ്യണം. എത്ര തവണ അന്നത്തെ ദിവസം അവൻ അത് ചെയ്തു, എത്ര സമയം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തു, അതൊക്കെ കുട്ടിയുടെ കോൺസെൻട്രേഷൻ ലെവൽ, ഒബ്സർവേഷൻ, അവന്റെ കൈയുടെ മൂവ്മെന്റ്സ് എല്ലാം നമുക്ക് അതിൽ നിന്നും അങ്ങനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടാണ് ഇവരുടെ പ്രോഗ്രസ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ഓക്കെ, അപ്പൊ ഇങ്ങനെ പിങ്ക് ടവർ ചെയ്യുന്നു. അപ്പൊ ഒരു കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു രീതിയിലാണ് കുട്ടി ചെയ്യുന്നത്. പക്ഷെ അഡൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേനു നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു ടോയ് കുഞ്ഞുങ്ങളെ ചെറുതാകുമ്പോൾ നമ്മൾ വാങ്ങും. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണെന്ന് അറിയില്ല, ഒരു ഇങ്ങനെ സ്തൂപം പോലെ ഇങ്ങനെ ഇരിക്കും, കുറെ റിങ്സ്, കളർ റിങ്സ്. അതിന്റെ മുകളിൽ ഒരു ടെഡിയുടെ ഫേസ് ആണോ എന്തോ ഒരു ഇതായിരിക്കും. അപ്പൊ ഈ റിങ്, കുറെ റിങ്സ് ഉണ്ടാവും. ഈ റിങ്ങിന്റെ ഡയമീറ്റർ മുകളിലേക്ക് ചെല്ലും തോറും ചെറുതായി വരും. അതായത് ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു പിരമിഡ് ഷേപ്പിലുള്ള ഒരു സാധനമാണ്. അപ്പൊ ഈ റോഡിലൊക്കെ ഇങ്ങനെ ട്രാഫിക് ബാരിയർ അങ്ങനെ വെക്കുന്ന പോലത്തെ ഒരു ഷേപ്പ്. അപ്പോ എന്നിട്ട് ഈ റിങ് ഏറ്റവും വലിയ റിങ് ആയിരിക്കും, വട്ടമുള്ള റിങ് ആയിരിക്കും, ഡയമീറ്റർ ഉള്ള റിങ് ആയിരിക്കും നമ്മൾ ആദ്യം ഇടുക. അതിന്റെ മുകളിൽ അടുത്തത്. അത് അഡൾട്ടിന് അറിയാം അതെങ്ങനെ പ്ലേസ് ചെയ്താലാണ് അത് കറക്റ്റ് ആയിട്ട് വരുള്ളൂ, ആ റിങ് വരുന്നത്. പക്ഷെ കുട്ടി ചിലപ്പോ ആദ്യം ചെറിയ റിങ് ഇട്ടു, താഴേക്ക് ഇറങ്ങണില്ല, അതിന് മനസ്സിലായി ശരിയായില്ല, വീണ്ടും പുറത്തേക്ക് എടുക്കും, അടുത്തത് ഇട്ട് നോക്കും, താഴേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിയെങ്കിൽ ഓക്കെ ശരിയായത് അതിന് മനസ്സിലാവും, വീണ്ടും അടുത്തത് ഇടും. അങ്ങനെ 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 കുട്ടികൾ ചെയ്യും അല്ലെ. അവർ കുറെ നേരം എടുത്തിട്ട് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് പിങ്ക് ടവർ. പിന്നെ മറിയ മോണ്ടിസോറിയുടെ മെത്തേഡില് മറിയ മോണ്ടിസോറി ഈ എൻവിയോൺമെന്റ്, കുട്ടികൾക്ക് വർക്ക് ചെയ്യാനുള്ള എൻവിയോൺമെന്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത്, ഉദ്ദേശിക്കുന്ന ക്ലാസ് റൂം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു യൂണിവേഴ്സിന്റെ, പ്രപഞ്ചത്തിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ, ചെറിയൊരു വേർഷൻ ആയിരുന്നു അത്. അതായത് ആ ഒരു 3 to 6 years ആ ഒരു എൻവയോൺമെന്റിൽ കുട്ടി ഒരു യൂണിവേഴ്സിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിന്റെ ഒരു ചെറിയ വേർഷൻ പഠിക്കുക. അവിടെ കുട്ടിക്ക് ഒരു കിച്ചൺ ഉണ്ട്, പ്രാക്ടിക്കൽ ഏരിയ പോലെ. അവിടെ അതിന് വാട്ടർ ഏരിയ ഉണ്ട്, അങ്ങനെ കുക്കിംഗ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അങ്ങനെ ഇതെല്ലാം കുക്കീസ് ഉണ്ടാക്കാം, ലെമണേഡ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ എന്താ പറയാ, സുവോളജി ഏരിയ ഉണ്ട്, പെറ്റ്സ് ഉണ്ടാവും അവിടെ. അപ്പോ അനിമൽസിനെ, അതുപോലെ ഡോഗ്, എന്താ പറയാ, ഈ മുയൽ, പിന്നെ അതുപോലെ റാറ്റൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ വളർത്തുന്ന അത്, പിന്നെ ബേർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. പിന്നെ ഗാർഡൻ ഉണ്ടാവും, വെജിറ്റബിൾ ഗാർഡൻ പോലെ, ഫ്ലവറിന്റെ ഗാർഡൻ, അങ്ങനെ അതെല്ലാം. എല്ലാത്തിന്റെയും ഒരു മിനിയേച്ചർ വേർഷൻ അവിടെ ഉണ്ട്. പിന്നെ ഗ്ലോബ് ഉണ്ട്, പിന്നെ വാട്ടർ ഏരിയ, പൂള് പോലത്തെ ഉണ്ട്, സോയിൽ പിറ്റ് ഉണ്ട്, അങ്ങനെ ചെളിയൊക്കെ പഴിച്ചിട്ട് കാലുകൊണ്ട് കുഴിക്കണതും അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. നിറയെ മരങ്ങളും അങ്ങനെയൊക്കെയുണ്ട്. ഈ കുട്ടി ആഫ്റ്റർ 6 years പുറത്തേക്ക് പോകുമ്പോൾ, അതായത് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ നിന്നും പുറത്തേക്ക്, പുറം ലോകത്തേക്ക് പോകുമ്പോൾ അവനൊരു അപരിചിതത്വം ഇല്ല. കാരണം അവൻ പുറമേ കാണുന്ന ആ ഒരു വലിയൊരു യൂണിവേഴ്സിന്റെ ചെറിയ യൂണിവേഴ്സ് ഓൾറെഡി അവൻ പരിചയപ്പെട്ട് കഴിഞ്ഞു. സോ അവനത് അവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ട് കിട്ടുക. കാരണം ഓൾറെഡി അവനത് കണ്ടു കഴിഞ്ഞത് കൂടുതൽ വിശാലമായിട്ട് കാണുന്നു. അതാണ് ഒരു വ്യത്യാസം. അതാണ് ഒരു മിനിയേച്ചർ യൂണിവേഴ്സ് ആണ് മറിയ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ ഇതായിരുന്നു ലോ ഓഫ് വർക്ക്. കുട്ടിയുടെ വർക്കും അഡൾട്ടിന്റെ വർക്കും നമ്മൾ കമ്പയർ ചെയ്യായിരുന്നു. കുട്ടിയെ സംബന്ധിച്ച് ന്യൂ ഡിസ്കവറീസ് ആണ് ഓരോ കാര്യം ചെയ്യുമ്പോൾ. അവന്റെ കോൺസെൻട്രേഷൻ, അവന്റെ മെന്റൽ ഡെവലപ്മെന്റ്, ബുദ്ധി, തോട്ട് പ്രോസസ്, ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ എല്ലാം കൂടുകയാണ്. അപ്പൊ നമ്മളുടേതായിട്ടുള്ള ഒരു സപ്പോർട്ട് ചെറിയ രീതിയിൽ കൊടുക്കുമ്പോഴേക്കും അവർ കൂടുതൽ ബൂസ്റ്റ് ആവുന്നു. അതേസമയം നമ്മൾ അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ അനുവദിക്കാതെ വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡന്റ് ആയി പോവും. അവരുടെ ഡെവലപ്മെന്റ് പലതും അറസ്റ്റഡ് ആവും. ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. നെക്സ്റ്റ്, ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്മൾ ആ വർക്കിലൂടെ അവൻ ഇൻഡിപെൻഡന്റ് ആകുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ലോ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. So first 2 paragraphs, 2 or 3, you can read. I mean 3 paragraphs. വായിച്ചു. Yes, Aruli. Little children, from the moment they are making their way towards independence. In their childhood, children fight for independence. Through the process of evolution, the child earns more independence and uses this to allow his own inner guide for the action. For Montessori, the attainment of independence is needed to the child's normal development. No one can be free unless he is independent. The child uses his independence to hear to his own inner guide for actions that can be useful to him. In fact, he who അടുത്ത പേജ് ആണല്ലോ, അതുകൊണ്ട് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് പോവാം. അതായത് കുട്ടികളെ അവരുടെ ഡിപ്പെൻഡൻസിന്ന് ഫ്രീ ആക്കുകയാണെങ്കിൽ മാത്രമാണ്
അവർക്ക് ഡെവലപ്പ് ആവാൻ പറ്റുള്ളൂ എന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. അവരെ എപ്പോഴാണോ ഏത് മൊമെന്റിലാണോ അവരെ ഡിപ്പെൻഡൻസിന്ന് ഫ്രീ ആക്കുക, ഫ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡ് ഫ്രം ഡിപ്പെൻഡൻസ്. അത്രയും കാലം അവരുടെ കെയർ ഗീവർ അല്ലെങ്കിൽ മദർ അവരെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും പോകുന്നത്. അതിൽ നിന്നും അവർ ഫ്രീ ആവുമ്പോഴാണ് അവരുടെ ഇൻഡിപെൻഡൻസ് ഉള്ള ആ ഒരു വഴിയിലേക്ക് അവർ പോകുന്നത്. ചെറുപ്പത്തിൽ നമുക്കറിയാം കുട്ടികൾ ഭയങ്കരമായിട്ട് വാശി പിടിക്കും. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനും പറ്റുമായിരിക്കും. ഞാൻ തന്നെ കഴിച്ചോളാം, ഞാൻ തന്നെ കുളിച്ചോളാം, ഞാൻ തന്നെ ഡ്രസ് ചെയ്തോളാം, ഞാൻ തന്നെ ഷൂ ഇട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എപ്പോഴും അവർ വാശി പിടിക്കും. ദേ വിൽ ഫൈറ്റ് ഫോർ ഇൻഡിപെൻഡൻസ് അല്ലെ. നമ്മളുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ തന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ അവർക്ക് ആവശ്യത്തിന് അവരുടെ ശരീരത്തിലേക്ക് ചെല്ലില്ല, അത് അങ്ങനെ അവർ കഴിക്കേണ്ട പ്രായമാണല്ലോ എന്നൊക്കെ വിചാരിച്ച അമ്മമാർ ആ ഒരു കൺസേണിലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അവരങ്ങനെ വാശി പിടിക്കുമ്പോൾ അവർക്കങ്ങ് കൊടുക്കുക. വിശക്കുമ്പോ അവരെന്തായാലും വായും വിളിച്ചു വരുമല്ലോ. അപ്പൊ ഈ സദ്യയൊക്കെ നമ്മൾ വെക്കുമ്പോ ഇലയിലൊക്കെ വെക്കുമ്പോ അവർക്ക് ഒരു ഇലയിട്ട് കൊടുക്കണതും നമുക്കറിയാം അവിടെ മുഴുവനും അവരാവും. വായിലേക്കും കുറച്ച് പോവും, പുറത്തേക്ക് പോവും. ഒരു പൂച്ചയെ കാണുകയാണെങ്കിൽ അതിന് കൊടുക്കും. അങ്ങനെയൊക്കെ രീതിയിലുള്ള വ്യക്തികൾ ഭക്ഷണം കഴിക്കുക. അപ്പൊ ഇങ്ങനെ അവർ ഇൻഡിപെൻഡൻസിലേക്ക് മൂവ് ചെയ്യുവാണ്. അപ്പൊ അങ്ങനെ അത് അവന്റെ ഉള്ളിൽ തന്നെ പല ആക്ഷൻസ് ചെയ്യണതിനെ ഗൈഡ് ചെയ്യുന്നത് അവന്റെ ആ ഒരു ത്വരാന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് കുട്ടിയുടെ ഒരു നോർമൽ ഡെവലപ്മെന്റ് എന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. ഇങ്ങനെ അവർ ഇൻഡിപെൻഡൻസിലേക്ക് ഒരു ഇൻഡിപെൻഡൻസ് അറ്റൈൻ ചെയ്യുമ്പോൾ അത് ദാറ്റ് വിൽ ടേക്ക് ദം ടു ദെയർ നോർമൽ ഡെവലപ്മെന്റ്. ഒരാളെ ഫ്രീ ആക്കി വിട്ടില്ലെങ്കിൽ അല്ല, ഇൻഡിപെൻഡന്റ് ആയാൽ മാത്രമാണ് നമുക്കൊരു ഫ്രീഡം അല്ലെ. നമുക്കിപ്പോ കുറെ കാര്യങ്ങൾ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മളെ എപ്പോഴും ഒരാൾ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ ആ ഒരു ഡെവലപ്മെന്റ് നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ അതിങ്ങനെ വരണം. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം. അവരുടെ ഇന്നർ ഗൈഡാണ് അവരെ ഇതിനു വേണ്ടിയിട്ട് ഗൈഡ് ചെയ്യുന്നത്. Okay, next 2 paragraphs ആരെങ്കിലും വായിച്ചു. In fact, who is served is controlled in his independence. We habitually serve children, and this is not an only act of servility towards them, but it is dangerous since it tends to suffocate their useful, spontaneous activity. Maria Montessori meant independence as a biological term. To be independent, one must function without the instant help of others. In human development, the achievement of successive grades of independence corresponds to experience such as learning to walk, talk, reason, and so forth. No animal, however independent, can be free in the sense in which a man can achieve freedom. For the independence of choice is bound with the power to think and reason. Okay. നമ്മള് ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ആ ഒരു ചെറിയ പ്രായത്തിൽ നമുക്ക് പലതും ചെയ്തു കൊടുക്കാൻ തോന്നും. അതേസമയം അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത് അങ്ങനെ ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് കുട്ടികളെ വിടുന്നത് ശരിയാണോ? ബട്ട് നമ്മളുടെ ഒരു സൂപ്പർവിഷനില് കുട്ടികളെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അനുവദിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അത് അവരുടെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിക്ക് ഒരു സഫിക്കേഷൻ വരും. നമ്മളെപ്പോഴും ഡ്രസ്സ് ചെയ്യിക്കാനും ചെരുപ്പിടിക്കാനും സോക്സ് ഇടിക്കാനും കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക എല്ലാത്തിനും നമ്മളിങ്ങനെ എന്താ പറയാ ഇടിച്ചു കയറി ചെല്ലുമ്പോൾ ദാറ്റ് വിൽ അതൊരു സഫിക്കേറ്റ് പോലെ അവർക്ക് ഫീൽ ആവും. അപ്പൊ ഇൻഡിപെൻഡൻസ് അങ്ങനെ നാച്ചുറലായി വന്ന് കുട്ടിയുടെ നാച്ചുറൽ ഡെവലപ്മെന്റിലേക്ക് വരണം എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇത് ആണ് പറയുന്നത് പ്രാക്ടിക്കൽ ഏരിയയിലേക്ക് നമ്മളുടെ കിച്ചണിലേക്ക് നമ്മൾ കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരെ കൊണ്ടുപോയി അവിടെ മോപ്പ് ചെയ്യാൻ അവരുടെ ഏജിനനുസരിച്ച് ഓരോ കാര്യങ്ങളും വാഷ് ചെയ്ത പ്ലേറ്റ്സ് അതിന്റെ സ്ഥാനത്ത് വെക്കുക, അല്ലെങ്കിൽ വാഷ് ചെയ്യാറായ കുട്ടികളാണെങ്കിൽ അവരെ വാഷ് ചെയ്യിപ്പിക്കുക, അങ്ങനെ ഇതുപോലെ വാട്ടർ പോറിങ് പൾസസ് കണ്ടെയ്നേഴ്സിലേക്ക് ഓരോന്നും ഫില്ല് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം ചെയ്യിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ ഇങ്ങനെ ഓരോരോ ഏജ് വരുമ്പോൾ നമ്മൾ ഓരോരോ ആക്ടിവിറ്റീസിലേക്ക് ഇവരെ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ ദാറ്റ് വിൽ മേക്ക് ദം ടു ഇൻഡിപെൻഡന്റ്. അങ്ങനെ ആകുമ്പോൾ അവരവരുടെ റൂമില് അവര് സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ ബുക്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അടുക്കി വെച്ച് അങ്ങനെ
പിന്നെ കുട്ടി നടക്കാനും, ഇപ്പൊ നടക്കാനൊക്കെ നമ്മളുടെ പ്രായമായ ആൾക്കാര് പറയില്ലേ, കുട്ടി എപ്പോഴും എടുക്കരുത്, അത് കിടന്ന് കളിക്കട്ടെ, ആ ഒരു കിടക്കുന്ന പ്രായത്തില് കൈ കാലൊക്കെ അനക്കി കിടന്ന് കളിക്കട്ടെ എന്ന് പറയും. നടക്കാൻ തുടങ്ങുമ്പോ പിടിക്കാതെ തന്നെത്താനെ അത് നടക്കട്ടെ, എല്ലാം നാച്ചുറൽ ആയിട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ ഇരുത്തരുത്, അവർ തന്നെ ഇരിക്കും, കമിഴ്ത്തി വിടരുത്, അവർ തന്നെ കമിഴ്ന്നോളും എന്നൊക്കെ പറയില്ലേ പ്രായമായ ആൾക്കാർ. അങ്ങനെ അവർ സംസാരിക്കാനും എല്ലാം തുടങ്ങുന്നത് അതങ്ങനെ നാച്ചുറൽ ആയിട്ട്, അങ്ങനെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരെ വിടുമ്പോഴാണ് ഈ ഒരു പ്രോസസ്സ് എല്ലാം നല്ല രീതിയിൽ അവരിൽ വരുന്നത്. നമ്മൾ അനിമൽ ബേബീസുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞു ഹ്യൂമൻ ബേബീസിന്റെ കാര്യം. അനിമൽ ബേബീസിന്റെ ആ ഒരു ടൈമിൽ നിന്നല്ല, എന്നാലും അതൊക്കെ ആ ഒരു ഓരോരോ ഏജ് ആകുമ്പോൾ പല രീതിയിലും ഹ്യൂമൻസ് ഇൻഡിപെൻഡന്റ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈ പറയുന്ന ഹ്യൂമൻസ് ആർ മോർ സ്ട്രോങ്ങർ ദാൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ബാക്കി ഏതൊരു സ്പീഷീസ് വെച്ച് നോക്കുമ്പോഴും ബുദ്ധി കൊണ്ടും എല്ലാം കൊണ്ടും ഭയങ്കര സ്ട്രോങ് അത് ഹ്യൂമൻ തന്നെയാണെന്ന് പറയും. നെക്സ്റ്റ് പാരഗ്രാഫ്. To bring up independence in Montessori environment, firstly, the child must be given chance to work with material in the environment. Never do what the child can do for himself. No one can be free unless he is independent. Therefore, the first active thing of the child individual liberty must be so instructed that through activity he may acquire independence. We generally serve children, and this is not only an act of servility towards them, but it is insecure, since it tends to suffocate their useful spontaneous activity. Our duty towards him is in every case of helping him to make a takeover of such useful act as nature planned that he should perform. ഓക്കെ, മതി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ എല്ലാത്തിനും ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അവരിൽ ഡെവലപ്മെന്റ് ഉണ്ടാകില്ല. അതാണ് ആ പാരഗ്രാഫിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഓക്കെ, അതാണ് ആ പാരഗ്രാഫിൽ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഓരോന്നും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ അത് അവരെ സഫോക്കേറ്റ് ചെയ്യുന്നു. അവരെ സഫോക്കേറ്റ് ചെയ്യും. അവരുടെ ഇന്നർ ഒരു ഏർജ് ഉണ്ട്, എനിക്കിത് ചെയ്യണം, ഞാൻ എങ്ങനെ, അങ്ങനെ ആ വരുന്നത് ആണ് ഇവരെ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുപോകുന്നത്. ഓരോ പ്രാവശ്യം നമ്മൾ ഹെൽപ്പ് ചെയ്യും തോറും ഇവരില് ആ ഒരു നമ്മൾ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നണമെങ്കിൽ നമ്മൾക്ക് തന്നെ പല കാര്യങ്ങളും ചെയ്യണ്ടേ. ഇപ്പോ നിങ്ങൾക്ക് ഇത് പഠിക്കാനുണ്ട് മോണ്ടിസോറി, നിങ്ങൾ തന്നെ പലതും കണ്ടെത്തി, തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി, തന്നെ എഴുതുമ്പോൾ നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. അതേസമയം ഒരാൾ ഇങ്ങനെ പറഞ്ഞ് അത് മാത്രമേ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളായിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്തതായിട്ട് തോന്നില്ല അല്ലെ. ഇപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാം സെന്റൻസ് ആയിട്ട് എല്ലാം പറഞ്ഞിരുന്നു. ഇപ്പൊ അസൈൻമെന്റ് എഴുതേണ്ട കാര്യം ഞാൻ ജസ്റ്റ് ആ കൺസെപ്റ്റ് പറഞ്ഞു തന്നു. നിങ്ങൾ അത് നിങ്ങളുടേതായ രീതിയിൽ എഴുതുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ്സാ. കാരണം നിങ്ങളുടെ പോലെ കോപ്പി വേറെ ഒരിടത്തും ഇല്ല. നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അല്ലെ. നമ്മളുടേതായ യുണീക്ക് ആ ഒരു രീതി കാണുന്നു. സോ അതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് therefore to disorder, അത് ഒന്ന് നോക്കും. ഓക്കെ, അത് നെക്സ്റ്റ് വൺ വായിച്ചു. Secondly, അതെ. Secondly, the child must be encouraged to develop his will. The child's strength must be directed towards to given and the activities chosen for him. Thirdly, the child must be aided to developing discipline. That they should be given constructive work. Fourthly, the child is required to know and have a knowledge of good and bad. To accomplish this distinction, the adult must set firm limits against destructive and unsociable actions.
അതുകൂടി വായിക്കാനാ. That directors should never be afraid of destroying what is evil. It is what is good the must fear to destroy. Good being interrupted as any activity which needs to order, harmony, self-development, and therefore to discipline. Evil being anything which needs to be dissipation of the child creative energies and therefore to disorder. ഓക്കെ. സോ ഇനീഷ്യലി നമ്മൾ പറഞ്ഞു അവരുടെ സെർവിലിറ്റി, അവർ യൂസ്ഫുൾ ആയിട്ട് പല രീതിയിലും വരണം. സോ അതിന് നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും ഗൈഡ് ചെയ്യുന്നുള്ളതുണ്ട്. കാരണം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി അല്ല, ബട്ട് നമ്മളുടെ ഒരു ഹെൽപ്പ്. വേണമെങ്കിൽ അവരൊരു പാത്രം കഴുകുമ്പോൾ കുറെ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടാവും, കുറെ സോപ്പ് ഉണ്ടാവുമായിരിക്കാം, ബട്ട് നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പറയും ഇത് കണ്ട് ഇത്രയും വെള്ളം അല്ലെങ്കിൽ ഇത്രയും സോപ്പ് അല്ലെങ്കിൽ കുറെ നമ്മളുടെ കയ്യിൽ പതയാകും, കൈ അങ്ങനെ കുറെ വെള്ളം പോകും. അപ്പൊ വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുമ്പോഴേക്കും പിന്നെ അവർ അതിനനുസരിച്ച് ചെയ്യും. അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ്ലി പറഞ്ഞത്, നമ്മൾ അവരുടെ ഡെവലപ്മെന്റിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ല ചെയ്യേണ്ടത്, നമ്മൾ അവരെ യൂസ്ഫുൾ ആയിട്ട് അവര് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ എൻകറേജ് ചെയ്യുക. ഓക്കെ, ആ ഒരു അപ്രൈസൽ, എൻകറേജ്, എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നീ ചെയ്തത് ശരിയായില്ലല്ലോ, ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്, അങ്ങനെയല്ല. സോ അങ്ങനെ എൻകറേജ് ചെയ്യുമ്പോൾ അവന്റെ ആ സ്ട്രെങ്ത്, ആ ആക്ടിവിറ്റീസ് എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യിക്കുമ്പോൾ ഇവരിലൊരു ഓർഡർ, ഡിസിപ്ലിൻ ഫോം ചെയ്യുവാണ്. നമ്മൾ ഷൗട്ട് ചെയ്തോ അടി കൊടുത്തോ വഴക്ക് പറഞ്ഞോ ഒന്നുമല്ല, ഡിസിപ്ലിൻ, ആ ഒരു അച്ചടക്കം വരുന്നത് തന്നെ ഡെവലപ്പ് ആവുകയാണ്. കുട്ടി ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ കോൺസെൻട്രേഷനോട് കൂടി ചെയ്യുമ്പോഴേക്ക് ആ ഒരു ഡിസിപ്ലിൻ അവരിൽ ഡെവലപ്പ് ആവുകയാണ്. അപ്പൊ അതാണ് ഒരു കൺസ്ട്രക്റ്റീവ് വർക്കിലേക്ക് പോകുന്നത്. പിന്നെ പല കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് പലതിനെ കുറിച്ചുള്ള നോളജ് കുട്ടിക്ക് വരുന്നത്. പിന്നെ ഗുഡ് ഓർ ബാഡ് അത് മനസ്സിലാക്കുന്നത്, ഗുഡ് ഓർ ഈവിൾ അതിന് തമ്മിലുള്ള വേർതിരിവ്, ആ ഒരു വേർതിരിവ് മനസ്സിലാകണമെങ്കിൽ അഡൾട്ടിന്റെ ഹെൽപ്പ് അവിടെ വേണം. ശരിയല്ലേ? കാരണം കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ലാത്ത കാര്യങ്ങളും നമ്മൾ കാണിച്ചു കൊടുക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ട രീതികളൊക്കെ പാരന്റ്സിനും ടീച്ചേഴ്സിനും ഒക്കെ അറിയാം. അപ്പൊ അങ്ങനെ ഒരു ലിമിറ്റ്സ് ഒക്കെ വെച്ച് അൺസോഷ്യബിൾ ആയിട്ടുള്ള ആക്ഷൻസ്, അതായത് ഔട്ട്സൈഡ് പബ്ലിക്കില് സ്പിറ്റ് ചെയ്യുക, അങ്ങനത്തെ വേസ്റ്റ് ഇടുക, അതൊക്കെ അൺസോഷ്യബിൾ ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. അപ്പൊ അതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും കുട്ടികൾക്ക്. അങ്ങനെ വരുമ്പോ ബാഡ് ആയിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതപ്പൊ തന്നെ ഒഴിവാക്കുക, കുട്ടിക്ക് അത് മനസ്സിലാക്കി കൊടുക്കുക. ദാറ്റ് ഇസ് നോട്ട് ഡൺ എന്നുള്ള രീതിയിൽ അതിന് നമ്മൾ മടി വിചാരിക്കുകയൊന്നും ചെയ്യരുത്. നമ്മളുടെ കുട്ടിയാണ്, അത് പോട്ടേന്നോ അങ്ങനെ വെക്കുകയല്ല. സോ അത് നമ്മൾ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവുക. ഗുഡ് ബാഡ് എന്നുള്ള ആ ഒരു ഇന്റർപ്രിട്ടേഷൻ, ആ ഒരു തമ്മിലുള്ള ഡിഫറൻസും അതെന്താണെന്നുള്ള രീതിയിൽ എല്ലാ ഏരിയയിലും ഗുഡ് ബാഡ് എന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കി തന്നെ പോകും. അതിപ്പോ ഹാബിറ്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, അവർ ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും ശരി, അതെല്ലാം അവരുടെ ഡിസിപ്ലിൻ, സെൽഫ് ഡെവലപ്മെന്റിന്റെ ഒരു കണക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. ലാസ്റ്റ് ഫ്രീഡം കുട്ടിക്ക് കൊടുക്കുന്ന കാര്യമാണ് നെക്സ്റ്റ് പറയുന്നത്. അത് എന്തായാലും ആ ഒരു പാരഗ്രാഫും കൂടിയല്ലേ ഉള്ളൂ, അതും കൂടെ വായിച്ചു കഴിയുമ്പോ അടുത്ത പോയിന്റ് അല്ലേ. ലാസ്റ്റ്ലി ആ ഒരു വരുന്ന പാരഗ്രാഫ്. Lastly, we are required to provide freedom for the child. Only in an atmosphere of freedom can the child work for himself. The adult will have to play a passive role and realize the child to take control of his surroundings. If the adult remains in just Unsurfing. USURPING, the child he will not realize his full potential. Maria Montessori assumed that in order to be free, one needs to be independent. ഓക്കെ, സോ അസർപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് കൺട്രോള്, കുട്ടിയെ കൺട്രോൾ ചെയ്യുന്ന, ടേക്ക് കൺട്രോൾ ഓഫ്, അതാണ് മീനിങ് പറയുന്നത്. ലാസ്റ്റ് പറയുന്നത് കുട്ടിക്ക് ഫ്രീഡം കൊടുക്കുക. എപ്പോഴും ഇങ്ങനെ കൺട്രോൾ ചെയ്ത് അവന്റെ പല കാര്യങ്ങളും നമ്മൾ സപ്രസ് ചെയ്ത് വെക്കരുതെന്ന് പറയുന്ന. ബട്ട് ഈ ഒരു ഫ്രീഡത്തിലും ചില കാര്യങ്ങളുണ്ട്. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. കാരണം നമ്മളൊരു വട്ടം വരയ്ക്കുകയാണ്, കുട്ടി അതിനകത്ത് നിൽക്കുവാണ്. സോ കുട്ടി വിചാരിക്കുന്നത് ഫ്രീഡം ആണ്, സോ ഹി വിൽ എൻജോയ്. ബട്ട് ആ ഒരു സർക്കിളിന് എത്രത്തോളം വേണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഓക്കെ,
സോ അതാണ് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്, അതാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. ഫ്രീഡം കൊടുക്കണം. അപ്പൊ ചില കേസസിൽ നമ്മൾ ആ സർക്കിളിന്റെ ഒരു ഡയമീറ്റർ ഒന്ന് കൂട്ടും, അവിടെ കുറച്ചുകൂടെ ഫ്രീഡം ആകാം എന്ന് നമുക്ക് മനസ്സിലാവും. ചില കാര്യങ്ങളിൽ നമ്മൾ ആ സർക്കിൾ ഒന്ന് കുറയ്ക്കും, അവിടെ ഫ്രീഡം കുറച്ച് മതി. അപ്പൊ ആ ഒരു ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്, ആ ഫ്രീഡത്തിൽ നിന്നാണ് കുട്ടി പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അസർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേക്ക് കൺട്രോൾ ഓഫ് ആ ഒരു കുട്ടി എപ്പോഴും കൺട്രോൾ ചെയ്യുന്നതിലും ഇൻ സം കേസസ് ആ ഒരു ഫ്രീഡം ഒന്ന് ലിമിറ്റ് ചെയ്ത് ചിലപ്പോൾ ആവശ്യത്തിന് ഫ്രീഡം ആ ഒരു രീതിയിൽ കൊടുക്കുക. കുട്ടിയുടെ ഏജിനനുസരിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫൈൻ. ആരെങ്കിലും ഉണ്ടോ സൈൻ ഔട്ട്? എനിവൺ? അറിയില്ല. Thank you, Jisha ma'am, for the class. Thank you all. A beautiful class. നല്ലൊരു ക്ലാസ് ആയിരുന്നു ജിഷ മാം, ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി. താങ്ക് യു. സൈൻ ഔട്ട് സഹദൂന. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Thank you, ma'am. ഓക്കെ. Thank you, ma'am. Thank you, ma'am. ബൈ. ഓ മെറി ക്രിസ്മസ്. ഞാൻ ഓർത്തില്ല, നമ്മള് ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, എ വെരി ഹാപ്പി ക്രിസ്മസ് ടു ഓൾ ഓഫ് യു. താങ്ക് യു. ബൈ. Thank you, miss.